കൊലപാതക കേസിലെ പ്രതിയെ സ്ഥാനാർത്ഥിയാക്കി എൻ.ഡി.എ. എസ്.എഫ്.ഐ പ്രവർത്തകനായിരുന്ന ഫാസിൽ വധക്കേസിലെ പ്രതികളിൽ ഒരാളായ മാടമ്പാറ വിശ്വനാണ് പാലാ ബസാറിൽ നിന്ന് മത്സരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നു. സാരംഗ് കൂടി ഒരിക്കൽ കൂടി ചേരുകയാണ്. സാരംഗ്, നമ്മൾ കണ്ടതാണ് കോൺഗ്രസിനുള്ളിലെ പൊട്ടിത്തെറികൾ, അതിന് സമാനമായ സാഹചര്യമാണ്. പക്ഷേ എൻ.ഡി.എയിൽ ഇപ്പോൾ നടക്കുന്നത് കൊലപാതക കേസിലെ പ്രതിയാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയാകുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീനിധി, 2013 ഇത്തരത്തിൽ ഈ എസ്.എഫ്.ഐ പ്രവർത്തകനായിരുന്ന ഫാസിലിനെ സംഘം ചേർന്ന RSS പ്രവർത്തകർ കൊലപ്പെടുത്തുന്നത്. ഈ രാഷ്ട്രീയ വൈരാഗ്യത്തെ തുടർന്നായിരുന്നു ഇത്തരത്തിലൊരു കൊലപാതകം. ഈ തൃശൂർ തൈക്കാട് ബ്രഹ്മപുരത്ത്, അതായത് വീട്ടിൽ നിന്ന് ബൈക്കിൽ മടങ്ങുകയായിരുന്ന ഫാസിലിനെ സംഘം ചേർന്നാണ് പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയ ഒരു സംഭവമായിരുന്നു അത്. അതിനുശേഷം ഈ കുറ്റം അന്വേഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു. ആ അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പൂർത്തിയായി കുറ്റപത്രം സമർപ്പിച്ചു. ഈ കുറ്റപത്രം സമർപ്പിച്ചതിൽ അതായത് ഏതാണ്ട് 14ഓളം പ്രതികളുണ്ട്. ഈ 14ഓളം പ്രതികളിൽ ഒരാളായിട്ടുള്ള സ്ഥാനാർത്ഥിയെയാണ് നിലവിൽ ഗുരുവായൂർ നഗരസഭയിലെ 8ാം വാർഡിലേക്ക് മത്സരത്തിനായി നിർണയിച്ചിട്ടുള്ളത്. അയാൾ സ്ഥാനാർത്ഥിയെ നിയോഗിക്കുക മാത്രമല്ല, പ്രചരണം വരെ ആരംഭിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ കേസിൽ പ്രതിയായിട്ടുള്ള ഈ മാടമ്പാറ വിശ്വനെയാണ്, MR വിശ്വനെയാണ് ഇത്തരത്തിൽ ഈ നഗരസഭയിലേക്ക്, അതായത് ഗുരുവായൂർ നഗരസഭയിലേക്ക് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തിനാലും കൊലക്കേസ് പ്രതിയെയാണ് ഈ ഇത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിന് വേണ്ടി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. എന്തിനാലും ഈ അന്വേഷണം പൂർത്തിയായതിനു ശേഷം കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. എന്നാൽ ഇതിനു ശേഷമുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലൊരു ഇയാളെ, ഈ വിശ്വനെ സ്ഥാനാർത്ഥിയാക്കുന്നത്. എന്തിനാലും ശിക്ഷാവിധി ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ള കാര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ വിശ്വനെ സ്ഥാനാർത്ഥിയാക്കുന്നത്. ശ്രീനിധി. ശരി, ഗുരുവായൂർ നഗരസഭയിൽ കൊലപാതക കേസിലെ പ്രതിയെ സ്ഥാനാർത്ഥിയാക്കി എൻ.ഡി.എ. എസ്.എഫ്.ഐ പ്രവർത്തകനായിരുന്ന ഫാസിൽ വധക്കേസിലെ പ്രതികളിൽ ഒരാളായ മാടമ്പാറ വിശ്വനാണ് പാലാ ബസാറിൽ നിന്ന് മത്സരിക്കുന്നത്. സാരംഗാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.